അൽസലാം. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ ഇറങ്ങാൻ ഇനിയും 2 മാസം കൂടെ ബാക്കി നിൽക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലും ഓരോ വ്യക്തിയുടെ ചുണ്ടിലും കത്തിക്കളിക്കുന്നത് എമ്പുരാൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീസർ ഉണ്ടാക്കിയ ഓളം അത്രത്തോളമാണ്. ഒരുപക്ഷെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ടീസർ എന്ന് തന്നെ പറയാം. അത്രത്തോളം ക്രൗഡ് പുള്ളർ എന്ന് തന്നെ അതിനെ വിളിക്കാം. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വരികയാണ്. സിനിമയുടെ തിയേറ്റർ ബുക്കിങ്ങിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ എമ്പുരാൻ തുടങ്ങുമ്പോഴത്തേക്ക്, എമ്പുരാൻ തിയേറ്ററിലെത്തുമ്പോഴത്തേക്ക് 25,000 സബ്സ്ക്രൈബേഴ്സ് ലക്ഷ്യം വെക്കുന്നു. എമ്പുരാൻ റിലീസ് കഴിയുമ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ലക്ഷ്യം വെക്കുകയും ചെയ്യണം. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സഹായം അത്യാവശ്യവുമാണ്. ഇവിടെ എമ്പുരാൻ്റെ കോഴിക്കോട് സിറ്റി തിയേറ്റർ ലിസ്റ്റുകളും അല്ലെങ്കിൽ തിയേറ്റർ ചാർട്ടിങ്ങിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതെ, അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് നഗരം അല്ലെങ്കിൽ സിറ്റി വിഴുങ്ങിയിരിക്കുകയാണ് എമ്പുരാൻ, അതും മാസങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ പറയാം. കിങ് സൈസ് അപ്സര 1005 സീറ്ററുള്ള തിയേറ്റർ ചാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ അത് ഫുള്ളാകാനുള്ള ഒരു മണിക്കൂർ പോലും വേണ്ട എന്നുള്ള ലെവലിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. കോഴിക്കോട് രാധ 800 മുകളിൽ സീറ്റുള്ളതും കൈരളി 702 സീറ്റുള്ളതും അതേപോലെ തന്നെ കോഴിക്കോട് സിറ്റിയിലെ എല്ലാ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും ലോക്കായിരിക്കുന്നുവെന്നാണ്. അതായത് ഓൾ 3 ബിഗ് കപ്പാസിറ്റി സ്ക്രീൻ ലോക്ക്ഡ് ആൻഡ് കൺഫേംഡ് ഫോർ എമ്പുരാൻ എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതെ, ഇങ്ങനെയൊരു കാര്യം നടക്കണമെങ്കിൽ ഒറ്റ ഒരാളെ കൊണ്ട് നടക്കുള്ളൂ. അത് വേറെ ആരുമല്ല, ആൻ്റണി പെരുമ്പാവൂർ. നമുക്കറിയാം, മോഹൻലാൽ സിനിമകളുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പിന്നിലെ ആ ഒരാൾ എന്ന് പറയുന്നത് ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ്. ഇങ്ങനെ ഗംഭീരമായിട്ട് സിനിമകളെ ചാർട്ട് ചെയ്യാൻ കഴിയുന്ന വേറെ ഒരു നിർമ്മാതാവുമില്ല, കൂടെ ഒരു സഹയാത്രികനുമില്ല എന്ന് തന്നെ പറയാം. അത് തന്നെ മോഹൻലാലിൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയാം. ഇവിടെ എമ്പുരാൻ കോഴിക്കോട് സിറ്റി വിഴുങ്ങുമ്പോൾ ഇതൊരു അത്ഭുതമാണെങ്കിൽ ഇനിയും കൊച്ചിയും തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ വിഴുങ്ങുന്നത് നമുക്ക് കാണാൻ കാത്തിരിക്കാം. മത്സരമായിരിക്കും, കടുത്ത മത്സരം തന്നെയായിരിക്കും ഓരോ നഗരങ്ങളും തമ്മിൽ. ഇവിടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ ദിനം ഹെവി പോസിറ്റീവ് ആണെങ്കിൽ കേരളത്തിൽ നിന്ന് 25 കോടിക്ക് മുകളിലായിരിക്കും. പലരും ചോദിക്കുന്നുണ്ട്, ലിയോയുടെ തകർക്കുമോ? ലിയോയുടെ ഡബിൾ മാർജിനിലായിരിക്കും ഹെവി പോസിറ്റീവാണ് സിനിമ വരുന്നതെങ്കിൽ. കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഓരോ കമൻസുകൾക്കും എന്താണെങ്കിലും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ സബ്സ്ക്രിപ്ഷനും വിലയേറിയതാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും വിലയേറിയതാണ്. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സഹായിക്കണം. ലാൽ സലാം.